ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാന് മജീദ്, പൊന്നാനിയാണ് വീട്. ഇപ്പോ RCM ബിസിനസ് ചെയ്യാണ്. ഫാർമസിസ്റ്റ് ആണ്. 30 വർഷം ഫാർമസി മേഖലയിൽ പ്രവർത്തിച്ചു. ഇപ്പോ തികച്ചും മാർക്കറ്റിംഗ് മേഖലയിലാണ്. ഇവിടെ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒരു പ്രാക്ടീസ് നടക്കുകയാണ്. ഈ വിംബിൾ അക്കാദമിയുടെ കീഴിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലെറ്റ്സ് ചേഞ്ച് അവർ സെൽഫ് എന്നുള്ളതാണ്. മാറ്റം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റുകളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം വളരെ അധികരിച്ചു വരികയാണ്. ആദ്യ കാലഘട്ടം പോലെയല്ല. അത് ടീച്ചേഴ്സ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, കേവലം കർഷകരാവട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള അറിവുകളെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ മികവ്, അത് തികച്ചും നമ്മുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് അറിയാവുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, മാറിയത് കൊണ്ടാണ് ഇന്ന് വലിയ ബെനിഫിറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ആരോടും സംസാരിക്കാതെ വളരെ ഒതുങ്ങിക്കൂടി ആ മെഡിക്കൽ ഷോപ്പിൽ ഇരുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 10,000-ലധികം ആളുകളുടെ ഒരു ലീഡറായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് തീവ്രമായ ഒരു ആഗ്രഹമാണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അതിന്റെ തീവ്രത പോലെയാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേൾക്കുന്ന, പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടത് തീവ്രമായ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. അത് തികച്ചും കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എങ്കിൽ പോലും അത് പ്രാക്ടീസിലൂടെ, ആഗ്രഹത്തിനൊപ്പം തന്നെ ആ പ്രാക്ടീസിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ മേഖലയിൽ വിജയിക്കുവാനും നമ്മുടെ മനസ്സിലുള്ള താല്പര്യത്തെ, അറിവിനെ മറ്റുള്ള പൊതുജനങ്ങൾക്ക്, നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ മാറ്റിയെടുക്കുവാനും നല്ല ആളുകളെ, നല്ല പൗരന്മാരെ സൃഷ്ടിക്കുവാനും അവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ അവരുടെ അറിവുകളെ ഷെയർ ചെയ്യാനും സാധിക്കുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് അബ്ദുൽ വഹാബ് സാറാണ്. അദ്ദേഹം ടീച്ചറാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കൺക്ലൂഷൻ ചെയ്യുന്നത് കമല മേഡമാണ്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനൊക്കെ എല്ലാം ഉപരിയായി ഈ വിംബിൾ അക്കാദമിയിൽ എത്തുകയും അതിന്റെ പാഠ്യപദ്ധതിയിൽ വളരെ സജീവമാവുകയും ചെയ്ത എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയും, ഈ അക്കാദമിയുടെ കീഴിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടറും മാസ്റ്റർ ട്രെയിനറുമായിട്ടുള്ള നമ്മുടെ ഫൈസൽ സാറ്, അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ ആ ഒരു മികവാണ്. കാരണം മറ്റ് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ ട്രെയിനർക്ക് സംസാരിക്കാനുള്ള അവസരമാണ് അവിടെ ഒക്കെ ഉണ്ടാവാറുള്ളത്. ഈ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പങ്കാളിത്തമുള്ള ഓരോ സ്റ്റുഡന്റിനും പങ്കാളിത്തത്തിൽ നമുക്ക് ഉണ്ട് എന്നും അവിടെ സംസാരിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതുമാണ്. അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറും മാസ്റ്റർ ട്രെയിനറുമായുള്ള ഫൈസൽ സാറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു മജീദ് സാർ. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറഞ്ഞു വെച്ചത്. വളരെയധികം സന്തോഷം. സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 6ാമത്തെ എഡിഷനിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ട്രെയിനർ ആവുക എന്ന ആഗ്രഹത്തോടു കൂടി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഓരോ എപ്പിസോഡിലും അവതാരകരായി എത്തുന്നത്. വളരെ നല്ല രീതിയിൽ ഈ ട്രെയിനേഴ്സ് ടോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മുടെ സമൂഹത്തോട് സംവദിക്കുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക. നമ്മുടെ ട്രെയിനിങ്ങിൽ നമുക്കൊരു പുതിയ മേഖല കെട്ടിപ്പടുക്കാൻ സാധിക്കുക. അത്തരത്തിലുള്ള പുതിയ മേഖലകൾ കെട്ടിപ്പടുക്കാൻ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ നമുക്ക് നിമിത്തമാകട്ടെ, കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
സോ ഇന്നത്തെ സെഷൻ ലെറ്റ്സ് ചേഞ്ച് അവർ സെൽഫ്സ് അല്ലെ, നമ്മളിലൂടെ ഒരു മാറ്റം. നമ്മൾ മാറാൻ സന്നദ്ധമാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കൊരു ആഗ്രഹം വേണം, നമുക്കൊരു ഡിസയർ വേണം, അതിനെ നമുക്ക് എപ്പോഴും തീ കത്തിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും, ലോകത്തുള്ള എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ആ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണെങ്കിലും അതിലേക്ക് എത്തിച്ചേരാനുള്ള മാറ്റങ്ങൾ നമുക്ക് പഠിക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറാൻ സാധിക്കുക, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിജയത്തിന്റെ, സക്സസിന്റെ പടവുകളിലേക്ക് എത്താൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന അബ്ദുൽ വഹാബ് സാറിനെ പ്രത്യേകം ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. കേൾക്കാമോ? നമസ്കാരം. കേൾക്കാം. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽ സർ, മറ്റ് ട്രെയിനേഴ്സ്, മെമ്പേഴ്സ്, ക്ലബ് അംഗങ്ങളെ, ഏവരിലും സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എനിക്ക് ആമുഖമായി 1-2 കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത്തരമൊരു അവസരം ഒരുക്കി തന്ന വിംബി അക്കാദമിക്കും ഫൈസൽ സാറിനും തുടക്കത്തിൽ തന്നെ എൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. കാരണം കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് ഉയരുക എന്നുള്ള ആ ഒരു വലിയൊരു തത്വം വളരെ മനോഹരമായി നമ്മുടെ ഫൈസൽ സാർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ ഒരുപാട് ആളുകൾക്ക് ഒരു നല്ലൊരു അവസരം, ഇത്തരം ഒരു ഓപ്പണിംഗ് അവസരം നൽകിയത് ഒരിക്കൽ കൂടി ഞാൻ സാറിനെയും ഈ അക്കാദമിയെയും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തുടക്കത്തിൽ തന്നെ എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ്. ടോപ്പിക് വളരെ വലിയൊരു ടോപ്പിക്കാണ്, ലെറ്റ് us ചേഞ്ച് ourselves. ഞാൻ ആമുഖമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. തുടക്കത്തിൽ ആരും റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല. എന്ത് മാറ്റമാണ് നമുക്ക് വേണ്ടത്? ഈ ഒരു ചോദ്യം തൽക്കാലം നിങ്ങളുടെ മനസ്സുകളിൽ കുറച്ചു നേരം ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചോദ്യം ഇടുകയാണ്. ഇൻഷാ അല്ലാഹ് തുറന്നുള്ള നമ്മുടെ സന്ദർഭങ്ങളിൽ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ ഒരു ഇന്ററാക്ഷൻ നടത്താം. ഏതായാലും എന്ത് മാറ്റമാണ് വേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യം ഏവരുടെയും മനസ്സുകളിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുമ്പത്തെ ഒക്കെ അപേക്ഷിച്ച് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ഒരു പ്രളയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എവിടെ നോക്കിയാലും അത് കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്ക്, പ്രൊഫഷണൽസിന്, ബിസിനസ് ടീം, എന്റർപ്രണേഴ്സ്, എംപ്ലോയീസ് എന്ന് വേണ്ട ഏത് മേഖലയുണ്ടോ അവിടെയൊക്കെ നമുക്ക് കാണാവുന്ന ഒരു ഏരിയയാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. പല ക്ലാസ്സുകളും വളരെ പ്ലാൻഡ് ആയിട്ട്, അഥവാ ഓഡിയൻസിന് കൃത്യമായ ചില ഹിൻസ് ഒക്കെ നൽകി അതേസമയം വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നടക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ട്. എന്നാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മളെ വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന പലതും ഏതെങ്കിലും ഒരു എക്സ്പെർട്ടിനെ, ഒരു മോട്ടിവേഷൻ സ്പീക്കറെ നമ്മൾ ക്ഷണിക്കുന്നു. അദ്ദേഹം പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളെ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നു. ഓഡിയൻസിനെ വെച്ചിടത്തോളം പലപ്പോഴും എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് യാതൊരു ധാരണയൊന്നും, പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാതെ അവരും വരുന്നു. എന്നാൽ ഹലോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ലേ? ആരെന്തോ ഒരു ചോദിച്ച പോലെ തോന്നി. ഓക്കെ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാല്, ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് വരുന്ന ഏതൊരു ഓഡിയൻസിൽപ്പെട്ട ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായാലും അവർക്ക് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ചില മാറ്റങ്ങൾ ഇതിലൂടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സെഷനോട് കൂടി എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരുപാട് ആളുകൾക്കെങ്കിലും കുറച്ചൊക്കെ അവരുടെ ഇന്ന് വരെയുള്ള അവരുടെ അവസ്ഥയിൽ നിന്ന് ചില ചേഞ്ചസ് അവർക്ക് കിട്ടണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് മിക്ക ആളുകൾ വരുന്നത്. നമുക്കറിയാം, ഇതിന് കൂടെ ഞാനൊരു ജസ്റ്റ് ഒരു ഒരു ഫീഡ്ബാക്കിന് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പല സെഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പറയാൻ നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് വെക്കാമെന്ന് പറയും. എന്നിട്ട് ആരെങ്കിലും ഒരാളെ വിളിക്കും. അവര്
ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് ഒക്കേഷണലി ആ ഒരു സം മിനിറ്റ്സ് അല്ലെങ്കിൽ സം അവേഴ്സ് അത് ഇച്ചിരി ഒന്ന് വൈബാക്കി റെഡി നല്ല ഒരു എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് പിരിയുന്ന അവസ്ഥ. എന്നാൽ എല്ലാം കഴിഞ്ഞാൽ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങനെ അടിപൊളിയായിരുന്നു, നല്ല സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു അവർ കഴിഞ്ഞ് അവർ തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് അതിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉണ്ടാകാത്തൊരവസ്ഥയും നമുക്ക് കാണാറുണ്ട്. ഇതിപ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോ ഒരു ഉദാഹരണങ്ങൾ പറയാൻ ഞാൻ ആ ഒരു ഏരിയയെ അടച്ചാക്ഷേപിക്കുകയല്ല, തുടക്കത്തിൽ സൂചിപ്പിച്ചു. വളരെ നല്ല രീതിയിൽ ഇത്തരം വളരെ ഒരുപാട് ചേഞ്ചസ്, വളരെ ലൈഫ് ടേണിംഗ് ആയിട്ട് തന്നെ ആകാവുന്ന, ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ചില സെഷനുകളൊക്കെ പലരും കണ്ടക്ട് ചെയ്യാൻ നമുക്ക് അറിയുന്നതാണ്. അപ്പോ ഞാൻ ഇത്രയും സൂചിപ്പിച്ചെന്ന് വെച്ചാല് നമ്മുടെ വിഷയം നമുക്കറിയാം ലെറ്റ് us ചേഞ്ച് ourselves എന്നാണ്. അപ്പോ ആരോ പ്ലാൻ ചെയ്തു വന്ന് നടത്തുന്ന ഒരു സെഷൻ, എന്താണ് അവിടുന്ന് കിട്ടാൻ പോകുന്നത് പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഒരു ഓഡിയൻസ് വരുന്നു. ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ടോപ്പിക്കിൽ നമ്മളെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ലെറ്റ് us ചേഞ്ച് ourselves. ഇപ്പോ നമുക്ക് സ്വയം നമ്മൾ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറയുമ്പോഴും ഇവിടെ എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ പ്രയാണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചില ദൃഢനിശ്ചയങ്ങൾ എടുത്തേ മതിയാവും. ആക്സിഡന്റലി എവിടെന്നെങ്കിലും കിട്ടുന്ന ചില സ്പാർക്കുകൾക്ക് അപ്പുറത്തേക്ക് we must do some strong decision or determination നമ്മൾ എടുത്തേ മതിയാവും എന്നുള്ളൊരു മെസ്സേജാണ് ആദ്യം തന്നെ. കാരണം സെൽഫ് അവർ സെൽഫ് നമ്മൾ സ്വയം. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കുകയാണ്, ഇവിടെയുള്ള ആളുകൾക്കൊന്ന് എല്ലാ ഓഡിയൻസിനോടും പറയാണ്, ഒരു പേപ്പർ എടുത്തുകൊണ്ട് നമ്മളെ കുറിച്ച് ഹു ഐ ആം എന്ന് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ഏതാനും സെക്കൻഡുകൾ ഒന്ന് ആലോചിക്കാം, നമുക്ക് എത്ര എഴുതാൻ പറ്റും നമ്മളെ കുറിച്ച്. ഇപ്പോ നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, ഇപ്പം somebody asking me who you are എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം എന്നെ പറ്റി എഴുതാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് ആലോചിക്കുക. ഇതുപോലെ നിങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് സെക്കൻഡ്സ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ആരുമാവട്ടെ. ഇപ്പോ ഒന്നും വേണ്ട, നമുക്ക് ആത്മബന്ധമൊന്നുമില്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇതുപോലുള്ള മറ്റ് ആളുകളെ കുറിച്ച് പലതും എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാൻ പറ്റും? ഒന്ന് ചിലരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് പറയണം. ഞാൻ ആദ്യം പറഞ്ഞ നമ്മളെ കുറിച്ച് എഴുതാൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച്, അതാരുമാവട്ടെ, നമ്മുമായി ബന്ധമുള്ള നമ്മൾ അറിയുന്ന ചില ആളുകൾ, അവരെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ആ ലിസ്റ്റാണ് ഏറ്റവും ലെങ്തി ആയിരിക്കുക. ലെങ്തി ആയിട്ട് ഇരിക്കുക. എല്ലാരെ കുറിച്ച് പറയുമ്പോഴും നമ്മളെ പറ്റിയിട്ട് നമുക്ക് പറയാൻ അത്ര ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഒരുപാട് എഴുതുമായിരിക്കും. പക്ഷെ നമ്മളെ കുറിച്ച് നമുക്ക് അത്രേ ഉണ്ടാവുള്ളൂ, ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, കുറച്ചാൾക്ക് കൂടെ 2 പേർക്ക് കൂടെ പറയാം. മാം പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂ ചെയ്യാം. അപ്പോ പൊതുവെ ഇത് ഞാൻ ഒരു ഫസ്റ്റ് ടൈം ചോദിക്കുന്നതായില്ല, പലപ്പോഴും നിങ്ങൾ ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടാവും. ഞാനടക്കം പങ്കെടുത്ത ചില ശിക്ഷകളെ നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ച സന്ദർഭത്തിൽ നമ്മൾ എഴുതി തുടങ്ങുകയാണ്, ഞാൻ ആരാണ്. അങ്ങനെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, നമുക്ക് ഒരു പരിധിയിലപ്പുറം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ആരുമാട്ടെ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് നമ്മളെ കുറിച്ചുള്ളത് തന്നെയാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുണ്ട് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ
നോളജ് അബൌട്ട് സെൽഫ് എന്നാണ് പറയുന്നത്. നമ്മളെ കുറിച്ച് എനിക്ക് എന്നെ പറ്റി എന്തറിയും, ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് നോളജ് എന്നാ പറയാം. അപ്പോ എനിക്ക് എന്നെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എത്ര അറിഞ്ഞാലും ദാറ്റ് ഈസ് യൂസ്ഫുൾ അല്ല, കാരണം യൂസ്ലെസ്. കാരണം എനിക്ക് എന്നെ കുറിച്ച് ഇപ്പൊ നമ്മുടെ ഒരു ടോപ്പിക് അറിയാം, ലെറ്റ് us ചേഞ്ച് ourselves. In order to change something, നമുക്കൊരു സാധനം മാറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് വി ഷുഡ് നോ വാട്ട് ടു ചേഞ്ച്, ഹൗ ടു ബിഹേവ്സ് നൗ, വാട്ട് ഇസ് സിറ്റുവേഷൻ നൗ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയണം. ഇതേപോലെ നമ്മളെ കുറിച്ച് ഇപ്പോ ഞാൻ ജസ്റ്റ് അതിനെ മാറ്റി പറയാൻ, ഐ വാണ്ട് ടു ചേഞ്ച് മൈസെൽഫ്. ഓക്കെ, ലെറ്റ് us ചേഞ്ച് ourselves നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോഴും നമ്മൾ ഓരോരുത്തരും പറയുന്നു ഐ വാണ്ട് ടു ചേഞ്ച് മൈസെൽഫ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എതിരെ അഭിപ്രായമുള്ള ഒരാളുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് മാറണം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇപ്പോ നമ്മളൊന്ന് ആലോചിക്കാം, പലപ്പോഴും പല ആളുകളും എല്ലാവരും ഇപ്പോ വളർന്നു വരുന്ന നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും അവര് ആലോചിക്കുന്ന എന്താ വെച്ചാല്, യൂഷ്വലി എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ് ടു കമ്പയർ ourselves with others. നമ്മളെ കുറിച്ച് കാര്യമൊന്നും അറിയില്ല, പക്ഷെ സ്റ്റിൽ ചില ഏരിയകളെ വെച്ചുകൊണ്ട് സപ്പോസ് നമ്മൾ വീക്ക് ആയിരിക്കാം ആ ഏരിയയിൽ, ആ ഒരു ഏരിയ വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോ അതിൽ എസ്പെഷ്യലി നമുക്കറിയാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മള് ഈ കുറച്ചും കൂടെ നമ്മള് സൂപ്പർഫിഷ്യലി നമ്മുടെ ഈ എക്സ്പോഷർ എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇപ്പൊ ഈ സന്ദർഭമായിട്ട് പറഞ്ഞ നമ്മളെ റീൽസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അവരെ കുറിച്ച് ഇങ്ങനെ ചില ഷോർട്ട് റീൽസ് അങ്ങനെ ഇടും. അപ്പൊ ഈ റീൽസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവർ നോക്കാണ്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, സോ ക്യൂട്ട്, സോ ബ്യൂട്ടിഫുൾ, ബട്ട് അവിടെ ഒരു റിഗ്രറ്റ് വരികയാണ്. അപ്പൊ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ സീരിയസ് ആയി ചിന്തിക്കാൻ തുടങ്ങുന്ന ചില ഏരിയകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് നമ്മൾ കുറിച്ച് ആലോചിക്കുന്നത്, ബൈ കമ്പയറിങ് വിത്ത് അതേഴ്സ്. അതോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി നെഗറ്റീവ്. അതായത് മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ, അവൻ വളരെ സ്ട്രോങ് ആണ്, ഹീസ് വെരി ഹെൽത്തി, ഹീസ് വെരി ക്യൂട്ട്, ബ്യൂട്ടിഫുൾ, അങ്ങനെ ഹാൻസം. ഈ ഒരു ഏരിയകളിലൊക്കെ നമ്മൾ കൂടുതൽ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് അവിടെ തന്നെ അത് ബ്ലോക്ക് ആവാണ്. കാരണം ആ ഒരു ചിന്താഗതി മുന്നോട്ട് പോകില്ല, കാരണം ഇറ്റ് ഈസ് റിഗ്രഷൻ. നമ്മൾ മറ്റുള്ളവർ നോക്കി. അവിടെ എനിക്ക് ബേസിക്കലി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പറയാറുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് അത് പിന്നെ അറിയാൻ പറ്റും, അവരുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഇപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ ഈ ഒരു പോസ്ചർ, സൈസ്, ഹൈറ്റ്, വെയിറ്റ്, ഹൈറ്റ് ആൻഡ് അവർ healthy condition, the present body language and everything, the present physique. നമ്മൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രസന്റ് ഫിസിക്, ഈ ഒരു ഫിസിക് ഇങ്ങനെ ആവാൻ ഞാൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ ക്യൂട്ട്നെസ്, അതുപോലെ മറ്റു കാര്യങ്ങൾ, ഇതിൽ ബേസിക്കലി നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? നമ്മുടെ ഹൈറ്റ് അതുപോലെ കാര്യങ്ങൾക്കൊക്കെ നമുക്കുള്ള റോൾ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യാട്ടോ, അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഇല്ല, പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മളെ കളറിൽ, നമ്മളെ ഹൈറ്റില്, നമ്മളെ ഇതിൽ ഫിസിക്കലി നമ്മള്. ഓക്കെ, താങ്ക് യു സർ. അതായത് നമുക്കറിയാം, നമ്മുടെ പാരന്റ്സ് അവര് ഇന്റർകോഴ്സ് സമയത്ത് ഏത് സ്പേം ആൻഡ് ഏത് എഗ് ആണോ മീറ്റ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ജെനറ്റിക് ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് എഗ് ആൻഡ് ഓം, അവര് പിന്നെ ബന്ധപ്പെടുന്ന സമയത്ത് അതൊരു എംബ്രിയോ ആയി മാറുമ്പോൾ അവരുടെ ജീനിൽ എന്തൊക്കെയുണ്ടോ ദാറ്റ് ഈസ് അല്ലെ നമ്മൾ പറയാണ്ട് ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ്. അല്ലെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഒരു പറഞ്ഞ നമുക്ക് നമ്മളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, ചിലപ്പോൾ ഹോർമോണോടൊക്കെ ചെയ്യാൻ പറ്റും, ബട്ട് ദാറ്റ്സ് നോട്ട് ഹെൽത്തി, ദാറ്റ്സ് നോട്ട് ഇഫക്റ്റീവ്, ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്. അതിൽ വി ആർ നോട്ട് റെസ്പോൺസിബിൾ. നമ്മൾ ഒരു നിലക്കും അതിന് ഉത്തരവാദികളല്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്കറിയാം, ന്യൂസ് എടുത്തു നോക്കിയാറാം, മിക്ക ആളുകളും ഈ ഒരു ഇത്തരം ചില അവസ്ഥകളെ വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോകുന്നത്. അപ്പോ
ബേസിക്കലി നമ്മൾ ഈ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ്, എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെതായിട്ട് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില ഘടകങ്ങളുണ്ട്, മൈ ഫിസിക്. എന്നാൽ അത് നമ്മൾക്ക് നമ്മുടെ ദൈവം നൽകിയ ആ നമ്മുടെ പാരൻസ് ജെനറ്റിക് കോഡ് എന്താണോ അത് നമുക്ക് കിട്ടിയതാണ്. വി കാൺ ഡു എനിത്തിങ് ഓൺ ദാറ്റ്. സോ നമ്മുടേതല്ലാത്ത, നമ്മുടെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ വൈ ഷുഡ് ബി റിഗ്രറ്റ്, വൈ ഷുഡ് ബി നമ്മൾ എന്തെങ്കിലും ദുഃഖിക്കണം? നമുക്ക് അതിൽ യാതൊരു റോളും ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റാൻ ഒരിക്കലും പറ്റാത്ത ചില ഏരിയ ഉണ്ട്. അതിൽ പലപ്പോഴും പലരും അതിൽ അനാവശ്യമായി വറീഡ് ആവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞു ഹ്യൂമൻ ബീങ് ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെറിഡിറ്റി നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ. എന്നാൽ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. എൻവയോൺമെന്റ് കാട്ടാണ്. അതിൽ കിട്ടുന്നത് നമുക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഉള്ള ഒരു ഒരുപാട് സ്കിൽസ്, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ തൗസൻഡ്സ് സ്കിൽസ് ആയിട്ടാണ് അവൻ ജനിക്കണമെന്നാണ് പറയുന്നത്. ബട്ട് പലപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഇത് കാരണം ചില പ്രത്യേക ഏരിയകളിലേക്ക്, ചില അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് എല്ലാവരും അതിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ലഭിച്ച ചില സ്കില്ലുകളുണ്ട്. വി മസ്റ്റ് ഐഡന്റിഫൈ ദാറ്റ് ഫസ്റ്റ്. ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ദർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ റോൾ ഫോർ. അതിൽ നമുക്ക് വളരെ കൃത്യമായ റോൾ നമുക്കുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് നല്ല ഇന്റലക്ച്വൽ ഐക്യു നമുക്കുണ്ട്. ഞാൻ പഠിച്ചില്ല, അവിടെ ആ റിഗ്രഷൻ അത് വാലിഡ് ആണ്. കാരണം അത് വെറുതെ റിഗ്രറ്റ് ചെയ്യാന്നുള്ളതല്ല. ഞാൻ എന്റെ ആ ഒരു ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് പറഞ്ഞോട് ഞാൻ പറയാം. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തപ്പെടുന്ന കുറെ ഏരിയകളുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡെവലപ്പ് അവർ സെൽഫ്. സോ whenever we think about change, എന്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ നമ്മളൊന്നും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്നാൽ നമുക്കുള്ള സ്കില്ലുകൾ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്, എന്ത് മാറ്റമാണ് നമുക്ക് വേണ്ടത്? ഇത് കുറച്ച് ഒന്ന് രണ്ട് ആളുകൾ അല്ലാതെ കൂടുതൽ ആളുകളൊന്ന് അതിന് റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ചേഞ്ച് ഡു വി നീഡ്? എന്ത് ചേഞ്ചാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം, അതിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. ഓക്കെ താങ്ക് യു സർ. ഇനിയും വരട്ടെ. നമുക്കൊരു സെഷൻ ഓൾറെഡി ഓൺലൈനാണ്. അപ്പൊ ഇന്ററാക്ഷൻ ഉണ്ടായാലേ കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. സാറിന്റെ സൗണ്ട് കുറച്ച് കുറവുണ്ടോ? കേൾക്കാത്ത പ്രശ്നമുണ്ടോ? കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറച്ച് കുറവല്ല എനിക്ക് ഫീൽ ചെയ്യുന്ന. കേൾക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഇവിടെ കാണുന്നില്ല. അത്യാവശ്യം സിഗ്നലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ സൗണ്ട് വന്നു. ഓക്കെ. ചിലപ്പോ ഞാനൊരു ട്രയൽ വെച്ചിരുന്നു, അത് മാറ്റി. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യോ പ്ലീസ്? എന്ത് മാറ്റമാണ് നമുക്ക് വേണ്ടത്? ആരൊന്നും പറയുന്നില്ലല്ലോ. കുറച്ചും കൂടെ റെസ്പോൺസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഫുഡില്, ഡ്രസ്സില് ഒക്കെ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ച് വേണം. അതേപോലെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ച് വേണം. ഓരോ മേഖലയിൽ പോകുമ്പോ അതിന്റെ ഒരു ബേസിക് എന്നാ ആ ബേസിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കൂലേ? ഇതൊക്കെ ഒരു ചേഞ്ച്.
യെസ് ഗുഡ് താങ്ക് യു മാം. ആരെങ്കിലും ഒരാൾ കൂടെ പറയോ? ഓക്കെ യെസ് ഗുഡ്. ചാറ്റിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ താങ്ക് യു. എനിക്ക് തോന്നുന്നു സമയം പോകുന്നുണ്ട്. അപ്പോ ഇവിടെ ഇപ്പോ പറഞ്ഞതില് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. ഒന്ന് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഉള്ളൊരു നമ്മുടെ ഒരു അവസ്ഥയിൽ വി നീഡ് സം പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ്. അറ്റ് ദ സെയിം ടൈം ഓൾറെഡി ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ഓക്കെ, അതായത് ഇപ്പോ മിക്കതും ഇംപ്രൂവ്മെന്റ് ഏരിയ പറഞ്ഞെങ്കിലും ഞാൻ അതിന്റെ മറുവശം കൂടെ പറയാണ്. ഓൾറെഡി ഐ ഹാവ് സം ബാഡ് സം എന്റെ ചില നമുക്കറിയാം വീക്ക് പോയിന്റ്സ് ഉണ്ട്. ഐ വാണ്ട് ടു ഇംപ്രൂവ് അല്ലെങ്കിൽ ഐ വാണ്ട് ടു എലിമിനേറ്റ്. എന്റെ ഒരു നല്ലൊരു സ്വഭാവം അത് ഒന്നൊരു ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവം ഐ വാണ്ട് ടു ക്രിയേറ്റ്. അതേസമയം ഒരു ചീത്ത ഒരു കാര്യം ഉണ്ട് എനിക്ക്, അത് എനിക്ക് ഇല്ലാതാക്കണം. ബോത്ത് ആർ ടു ചേഞ്ചസ് അല്ലേ? അതായത് നമുക്ക് ഇത് ആക്ച്വലി നമ്മൾ എവിടെ ഏത് നമ്മൾ റിലീജിയസ് ആവട്ടെ മറ്റേത് ഇത്തരത്തിലുള്ള സെഷനുകളാവട്ടെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഗുഡ് ആയിട്ട് പർച്ചേസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു പ്രൊമോഷൻ, അതിലേക്കുള്ള ഒരു എൻകറേജ്മെന്റ്. അതേസമയം ചീത്ത കാര്യങ്ങളിൽ നിന്നുള്ള ഒരു അതിനെ വിട്ടു നിൽക്കാനുള്ള ഒരു നമുക്കൊരു അതേ സെയിം ടൈം ഒരു ഇൻസ്പിറേഷൻ. ഇത്രയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ ഞാൻ അതിന് രണ്ടൊരു കാറ്റഗറി ആയിരുന്നു, പോസിറ്റീവ് ചേഞ്ചുകളും നെഗറ്റീവ് ചേഞ്ചുകളും. അപ്പൊ ഇതിവിടെ ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോ ഞാൻ തുടക്കം സൂചിപ്പിച്ചല്ലോ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ക്ലാസ് സെഷൻ കഴിഞ്ഞിട്ട് വളരെ ആവശ്യത്തിലായിരിക്കും. നമ്മള് ഡോപ്പമിൻ ലെവലൊക്കെ കൂടി വളരെ ഹൈലി എനർജറ്റിക് ആയിരിക്കും. അവിടെ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഞാൻ ഇന്ന് അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ ഭയങ്കര ചില തീരുമാനമൊക്കെ സ്പോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി അങ്ങനെ ഫസ്റ്റ് ഡേ വളരെ ആവേശത്തില്. ഇപ്പൊ നമ്മള് ഇവിടെ ചിലർ പറഞ്ഞ പോലെ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഇനി നല്ലൊരു ഇതിലേക്ക് മാറും. ഇനി ഒരിക്കലും അത് മറ്റേ ജങ്ക് ഫുഡ് അങ്ങനത്തെ കേരള സൈഡിൽ ഒന്നും കഴിക്കൂല, ശരി നമ്മുടെ ആരോഗ്യത്തെ നോക്കി കഴിക്കുള്ളൂ എന്നുള്ളവർക്ക് തുടക്കത്തിൽ ഭയങ്കര ഡയറ്റിംഗ് ഒക്കെ ആയിരിക്കും. അങ്ങനെ തീരെ വളരെ കുറഞ്ഞ സമയം കുറഞ്ഞ എമൗണ്ട് ഒക്കെ ആക്കിയിട്ട് സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ആവേശത്തിലങ്ങ് തുടങ്ങും. ബട്ട് ഡേയ്സ് മുന്നോട്ട് പോകും തോറും കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മടുപ്പ് തുടങ്ങും, അതോടെ സ്റ്റോപ്പ് ചെയ്യും. പൂർവാധികം ശക്തിയോടുകൂടി പഴയതിലേക്ക് നമ്മൾ പോകും. ഏത് ഏരിയ എടുത്ത് നോക്കിയാലും ഇപ്പൊ ഞാനത് പറയുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആർക്കും ഒന്ന് പറയാം, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലെടുത്ത് അങ്ങനെ തന്നെ ഫ്ലോപ്പ് ആയിട്ടുള്ളത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തില് സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ തീരുമാനം എടുക്കും, പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ പോരും. അതേപോലെ തന്നെ രാവിലെ എണീക്കുന്ന കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ തീരുമാനം എടുക്കും, നാളെ 4:30 മണിക്ക് എണീക്കണം, 4 ദിവസമൊക്കെ എണീക്കും, പിന്നെയും അതേ പഴയ പോലെ പോകും. അത് ഒരു ശരിയായ വളരെ ഓക്കെ താങ്ക് യു സർ, താങ്ക് യു സർ. അതായത് ഇത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു വന്നതല്ല, സ്റ്റിൽ മീ ഓൾസോ ഞാനും ഇതേപോലെ പലപ്പോഴും പല തീരുമാനങ്ങളും ലൈഫിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ തീരുമാനങ്ങൾ, വളരെ ഉറച്ച ആ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മള് ആ ഒരു എന്താ പറയാ ആരെങ്കിലും മറ്റൊരാളോട് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ പിന്നെ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ നമ്മൾ പറയാറില്ലല്ലോ, തീരുമാനം എടുക്കുക ചെയ്യാം. ബട്ട് ആർക്കും അറിയില്ല, തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ ആവേശം പോകും. യഥാർത്ഥത്തിൽ ഇവിടെ കൺസിസ്റ്റൻസി എന്നുള്ളൊരു വെരി ഗ്രേറ്റ് ഫാക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഞാൻ എന്റെ ഒരു കോറിലേക്ക് ഞാൻ വരുമ്പോ ഞാനൊരു ബുക്കിനെ പരിചയപ്പെടുത്തുകയാണ്, നമ്മുടെ ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ്. ഈ ഒരു ബുക്ക് കാണുകയോ അതിനെ കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഏറ്റവും മിനിമം ഹാൻഡ് റൈസിംഗിലും ചെയ്യോ? ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ്. ആരെങ്കിലും ഇതിനെപ്പറ്റി കേൾക്കുകയോ അല്ലെങ്കിൽ ഇത് മുമ്പ് ഇതിനെ അറിയുന്ന അല്ലെങ്കിൽ ഇത് വായിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യോ? ആരുമില്ലാന്ന് ബുക്കിനെ തോന്നുന്നു. പറ്റി കേട്ടിട്ടുണ്ട് വായിച്ചിട്ടില്ല. ഓക്കെ താങ്ക് യു. എന്തെങ്കിലും ജസ്റ്റ് അതിനൊരു ആരെങ്കിലും ഒന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ. അപ്പൊ ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ ദിസ് ഈസ് എ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ, ഭയങ്കര അന്താരാഷ്ട്ര വളരെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. നമുക്കറിയാം ആറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഒരു എലമെന്റ് ആണ് അല്ലെ, ഒരു ഇതിന്റെ മാറ്ററിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. അപ്പോ അറ്റോമിക് ഹാബിറ്റ്സ് വരുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വി വാണ്ട് ടു ചേഞ്ച് അവർ സെൽഫ്, നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ പാർട്ടിയിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു, അങ്ങനെ വലിയ രീതിയിലൊരു തീരുമാനം നമ്മൾ എടുത്ത് ചേഞ്ചിലേക്ക് നമ്മൾ പോകുന്നു. ബട്ട് അതിന് കൺസിസ്റ്റൻസി ഇല്ല. അത് പലപ്പോഴും ഇപ്പൊ ഇവിടെ പലരും ഷെയർ ചെയ്തു, താങ്ക് യു ഫോർ യുവർ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇത് ദാറ്റ്സ് ട്രൂ, ഇറ്റ്സ് ഒരു ഫാക്ട് ആണ്, നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം നമ്മൾ ആവേശത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതിരിക്കാൻ ദർ ആർ മെനി റീസൺ. അവിടെയാണ് ഞാൻ ഈ ഒരു ബുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ അറ്റോമിക് ഹാബിറ്റ്സ് അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ എൻ്റെ ആ ഒരു ഇത് പറയാം. ആ ഒരു ബുക്കിൽ അതിന്റെ ഒരു മോട്ടോ ആയിട്ട് പറയുന്നത് നല്ല ശീലങ്ങൾ വളർത്താനും മോശം ശീലങ്ങൾ തകർക്കാനും ഉള്ള ഒരു എളുപ്പമുള്ള ഒരു മാർഗം. ഈ ഒരു ബുക്ക് പറയുന്നത് ഈ നല്ല ശീലങ്ങൾ എങ്ങനെ വളർത്താം, മോശം ശീലങ്ങൾ എങ്ങനെ നമ്മിൽ ഇല്ലാതാക്കാം, അതിനുള്ള ഒരു മാർഗമാണ് ഈ ഒരു ബുക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് ഒരു പരിധി വരെ അവരുടെ അവകാശവാദം ദാറ്റ് ഈസ് അത് കറക്റ്റാണ്. കാരണം നമുക്കത് അതിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഒരു ഇവര് പറയുന്ന എന്താന്ന് ചുരുക്കി പറയാം. അതായത് നമ്മൾ ഏതൊരു വിഷയവും നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ചേഞ്ചസ് എടുക്കുക, എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യാം, അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാം. ബുക്കിന്റെ പേര് തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൂടെ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റും. ഇപ്പോ ഇപ്പൊ സാറ് ഫുഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ ഫുഡ് ഞാൻ സൂചിപ്പിച്ച പോലെ ഡയറ്റിങ് അത് വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. ഏ ദിവസം വരെ നന്നായിട്ട് ജങ്ക് ഫുഡും അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ ഫുഡ് വെച്ച ഒരാള് നെക്സ്റ്റ് ഡേ ഈ ഒരു ആവേശത്തിന്റെ പുറത്ത് ഡയറ്റിങ്ങിലേക്ക് വരും. ആ ഡയറ്റിലേക്ക് വരുമ്പോൾ അയാൾ അതുവരെ കഴിച്ചതിന്റെ വളരെ ബിഗ് ചേഞ്ച് ആളുടെ ഡയറ്റിങ്ങിൽ ആൾ വരുത്തുകയാണ്. ആക്ച്വലി ഇത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച്, പെട്ടെന്നുള്ള ഒരു ഫ്ലക്ച്വേഷൻ അതിൽ വരിക എന്നുള്ളത് അത് ഏത് ഏരിയയിലാണേലും ദാറ്റ്സ് നോട്ട് ഗുഡ് നമ്മൾ പറയാം. ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ഒരു പീക്ക് എന്നാണെങ്കിൽ ഒറ്റടിക്ക് നമ്മൾ വലിയ മതിലിന് മേലിന് ചാടിയ എന്താ അവസ്ഥ, അത് നമുക്ക് ഡാമേജ് വരും. അതേപോലെ പെട്ടെന്നുള്ള ഒരു ഇറക്കം, അതുപോലെ പെട്ടെന്ന് കയറാനുള്ള ശ്രമവും അതും ഫെയിൽ ആവുകയുള്ളൂ. നേരെ മറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വലിയൊരു 5 മീറ്ററുള്ളൊരു മതിലിന് മേലിന് ചാടിനേക്കാൾ നല്ലത് അവിടെ നിന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ വെച്ച് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ദാറ്റ് ഈസ് ഹെൽത്തി, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ആകത്തുക. ഈ ഒരു ബുക്കിന്റെ ആകത്തുക എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ ഈ ഒരു ബുക്കില് ഒരു പറയുന്ന ഇതിന്റെ ഓതർ ജെയിംസ് ക്ലെയർ, അദ്ദേഹത്തിന് സ്കൂൾ കാലഘട്ടത്തിൽ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് ഏറ് കെട്ടുകയും അങ്ങനെ അദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോവുകയും ലൈഫ് പോലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും അദ്ദേഹം 5 വർഷങ്ങൾ കൊണ്ട് തിരിച്ച് എല്ലാം തന്റെ കോളേജ് ക്യാമ്പസിൽ ബേസ്ബോളിന്റെ ഒരു പ്ലെയർ ആയിട്ട് മാറി ആ രാജ്യത്തെ ഏറ്റവും ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സ്റ്റോറി അദ്ദേഹം എക്സ്പീരിയൻസ് ആയിട്ട് എന്റെ ഇൻട്രോഡക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ആ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ ഒരു ബുക്കിൽ നിന്നും ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് സൈക്ലിംഗ് ക്ലബ്ബ്, നമ്മുടെ ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് സൈക്ലിംഗ് ക്ലബിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുക്കുന്നത്. 1908 മുതൽ 2003 വരെ കാര്യമായിട്ടുള്ള ഇംഗ്ലണ്ട് സൈക്ലിംഗ് ടീമിന് ഒളിമ്പിക് മെഡലോ അല്ലെങ്കിൽ ടൂർ ഡി ഫ്രാൻസ് പോലുള്ള ആവശ്യത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള മത്സരങ്ങളൊന്നും അവർ കാര്യമായിട്ടൊന്നും അവർ കിട്ടിയില്ല. ഏതോ ഒരു സ്വർണ്ണ മെഡൽ മാത്രമാണ് ആ രാജ്യത്തിന് വേണ്ടി ഈ വിഷയത്തിൽ കിട്ടിയത്. ഏകദേശം 100 വർഷത്തോളം ഒന്നും കിട്ടാതെ ഇത്തരത്തിലുള്ള കാര്യമായിട്ടൊന്നും ഒരു ടീമായിട്ടൊന്നും കിട്ടില്ല. ഒരു ഇൻഡിവിജ്വൽ ഒരു മെഡൽ മാത്രമാണ് അവർക്ക് ഈ 100 വർഷത്തിൽ കിട്ടുന്നത്. എന്നാൽ 2003 അവർക്ക് പുതിയ ഒരു കോച്ച് വരികയാണ്. ആ കോച്ചിന്റെ പേരാണ് ബ്രെയിൽസ്ഫോർഡ്. പുതിയൊരു കോച്ച് ബ്രെയിൽസ്ഫോർഡ് എന്ന് പറയുന്ന ഒരു കോച്ച് അവർക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം ടീമിനെ മൊത്തത്തിലൊക്കെ നോക്കി കാര്യമായിട്ടൊന്നും ഈ ഒരു ടീമിന്റെ ഈ അവസ്ഥയൊന്നും പ്രത്യേകിച്ചൊന്നും അടുത്ത ഒളിമ്പിക്സിലോ ഒന്നും കിട്ടാനില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം
ചില മൈന്യൂട്ട് നമ്മളെല്ലാവരും വളരെ നിസ്സാരമെന്ന് കാണുന്ന ചില ചേഞ്ചസ് അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹം ഇവിടെ വരുത്തുകയാണ്. ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ ഒന്ന്, സൈക്ലിംഗ്, ആ സൈക്കിളിന്റെ സീറ്റ്. ഇപ്പൊ ഈ ഒരു പിന്നെ അവിടുത്തെ വളരെ പ്രമുഖരായിട്ടുള്ള സൈക്കിൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് ഒന്നും ഇവർക്ക് സൈക്കിൾ കൊടുക്കാതെ, കാരണം 100 കൊല്ലത്തോളായിട്ട് ഇവർക്ക് ഒന്നുമില്ല. അപ്പൊ ഇവരെ ഈ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊന്നും മെഡലൊന്നും നേടുന്നില്ലെങ്കിൽ അവരുടെ സൈക്കിൾ വിറ്റഴിക്കുന്നതിൽ പോലും അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി പ്രമുഖരായിട്ടുള്ള ഈ ഒരു 100 വർഷത്തെ കാലത്ത് പ്രമുഖരായിട്ടുള്ള സൈക്കിള് നിർമ്മാതാക്കള് ഇവർക്കത് പിന്നെ സൈക്കിൾ പോലും കൊടുക്കാൻ വിസമ്മതിക്കുക. ആ ഒരവസ്ഥയിലാണ് നമ്മൾ ഈ കോച്ച് ബ്രെയിൽസ്ഫോർഡ് വരുന്നത്. അങ്ങനെ അദ്ദേഹം വരുത്തിയ ചില മാറ്റങ്ങളാണ് പറഞ്ഞത്. നമ്മള് പിന്നെ ആ മാറ്റങ്ങൾ നോക്കുമ്പോൾ ഒന്ന്, അദ്ദേഹം സൈക്കിളിന്റെ സീറ്റ് കുറച്ചുകൂടി അവർക്ക് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് ആ സീറ്റ് അതിൽ ചില മോഡിഫിക്കേഷൻ അദ്ദേഹം വരുത്തി. പിന്നെ ടയറുകളിൽ ആൽക്കഹോൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇച്ചിരി കൂടി ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, അവർക്ക് അതിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ സൈക്ലിംഗ് നമ്മളെ ഈ അത്ലറ്റ്സിന് ഇവരെ ആളുകൾക്ക് ഇച്ചിരി കൂടി തെർമൽ ബാലൻസ് ബോഡിക്ക് കിട്ടുന്നതിന് വേണ്ടി ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് അവര് വെയർ ചെയ്യുന്ന ക്ലോത്തിൽ നിന്ന് തന്നെ, കാരണം നമുക്കറിയാം പലപ്പോഴും വിന്റർ സീസണിലും അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് ഈ ക്ലൈമറ്റ് നല്ല ഇവരുടെ ഈ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാറുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കി അവർക്ക് ആ സ്യൂട്ടുകൾ എന്ത് ചെയ്തു, ഇച്ചിരി കൂടി ഇലക്ട്രിക്കലി ബൂസ്റ്റഡ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്യൂട്ടുകൾ അദ്ദേഹം തെരഞ്ഞെടുത്തു. അതുപോലെ ബയോ ഫീഡ്ബാക്ക് സെൻസർ, കാരണം ഇവര് ഇതിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒക്കെ അവരുടെ ആ റെസ്പോൺസ് കിട്ടുന്നതിന് വേണ്ടി അവരുടെ ബോഡികളിൽ ഒരു ബയോ ഫീഡ്ബാക്ക് സെൻസറുകൾ അദ്ദേഹം ഫിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ആ റിസൾട്ടുകളൊക്കെ അദ്ദേഹം അനലൈസ് ചെയ്തു. അതേപോലെ തന്നെ റേസിംഗ് സ്യൂട്ട്, നേരത്തെ പറഞ്ഞ പോലെ പല സ്യൂട്ടുകളും അദ്ദേഹം നോക്കി അവസാനം വളരെ ലൈറ്റ് ആയിട്ടുള്ള, കനം കുറഞ്ഞിട്ട് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ചില സ്യൂട്ടുകൾ കുറെ ട്രയൽ ആൻഡ് എററിലൂടെ അദ്ദേഹം തെരഞ്ഞെടുത്ത അവസാനം വളരെ സ്യൂട്ടബിൾ ആയിട്ട് ഒന്ന് അദ്ദേഹം സെലക്ട് ചെയ്തു. പിന്നെ കുറെ മസാജ് ജെല്ല്, ഇവർക്ക് കൃത്യമായി ഉറക്ക് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പൊ അതിനു വേണ്ടി തന്നെ നല്ല പില്ലോയും നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നതിന് വേണ്ട പില്ലോ അതുപോലെ കാര്യങ്ങൾ വെച്ചു. അങ്ങനെ ഇത് വളരെ നമ്മൾ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില ഏരിയകൾ, ആ ഏരിയകളെല്ലാം ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആണ്. ഈ ഒരു റിസൾട്ടിലേക്ക്, ഈ സൈക്ലിംഗ് ടീമിന് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞതിന് തൊട്ട് മുമ്പ് മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ അറ്റോമിക് ഹാബിറ്റ്സ് ജെയിംസ് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ 1%, 1% ഒരു ദിവസം ഒരാൾ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ഏത് ഏരിയയിലായിക്കോട്ടെ, ഒരു 1% നമ്മൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു വർഷം കൊണ്ട് 37.78% മാറ്റം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഉണ്ടാകുന്നതാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ 1% ഇംപ്രൂവ്മെന്റ് മാറ്റം നമ്മൾ ചേഞ്ച് കൊണ്ടുവന്നാൽ അതെന്താവും, കാരണം ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ചെയ്യാതിരുന്നാൽ ഇതുണ്ടാവില്ലല്ലോ. സോ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. അതാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. 21 ദിവസം ഒരാൾ ഒരു കാര്യത്തിൽ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഹാബിറ്റായി മാറുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരം വെളുത്ത് എണീച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും നമ്മൾ രാവിലെ എണീച്ചിട്ട് നമുക്ക് തോന്നാറുണ്ടോ, ഓ ഇന്ന് ഇനിയിപ്പോ ബ്രഷ് ചെയ്യണമല്ലോ, ഇച്ചിരി പാടാണല്ലോ നമുക്ക് തോന്നാറുണ്ടോ? ഇല്ലല്ലോ. കാരണം അത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ്, ഇറ്റ് ഈസ് എൻ ഹാബിറ്റ് അല്ലേ? നമ്മളെ ലൈഫിൽ എന്തൊക്കെ ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടല്ല. അതായത് നമുക്കൊരു ചേഞ്ച്, നല്ല ചേഞ്ച് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? ഈ ബുക്ക് പറയുന്നത് ആ ചേഞ്ചിനെ നമ്മളൊരു ഹാബിറ്റ് ആക്കി മാറ്റണം. ആ ഹാബിറ്റ് ആവണമെങ്കിൽ അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒറ്റയടിക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിന് പകരം ചെറിയ അല്ലെ, ഡെയിലി 1% ഹാബിറ്റ് ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നാൽ അത് ഒരു വർഷം കൊണ്ട് അല്ലെ അത് ഹാബിറ്റായി മാറിയിരിക്കും. വിത്തിൻ 21 days, ഒരു 3 വീക്ക് കൊണ്ട് അതൊരു ഹാബിറ്റായി മാറിയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു വർഷം 37.78 അതിൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ഒരു 5 വർഷം തുടർച്ചയായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിലെ എക്സ്പേർട്ട്. നമ്മൾ എന്താണോ, വാട്ട് ഈസ് അവർ എയിം, നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ നമ്മൾ സക്സസ് ആയിരിക്കും എന്നുള്ളത് അത് എന്താ പറയാ, നമ്മൾ കട്ടായം എന്ന് പറയില്ലേ, അത് ഉറപ്പാണെന്നാണ്. സോ ഈ രീതിയിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് മാറും. ഇനിയോ ഈ ഒരു ടെക്നോളജി അല്ലെ, അഗ്രിഗേഷൻ ഓഫ് മാർജിനൽ ചേഞ്ചസ് ആണ് ഇതിന് നമ്മുടെ ബ്രെയിൽസ്ഫോർഡ് ഇംഗ്ലീഷ് സൈക്ലിംഗ് ടീമിന്റെ ആ ഒരു
കോച്ച് അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു അതിന്റെ ഒരു മാറ്റത്തിന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളുടെ ആകത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം 2003 ഇദ്ദേഹം ചാർജ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1908 മുതൽ 2003 ഇദ്ദേഹം ചാർജ് എടുക്കുന്നു. 2008 അടുത്തൊരു ഒളിമ്പിക്സ്, ബീജിംഗ് ഒളിമ്പിക്സ് വരുന്നത്. അതുവരെ കാര്യമായിട്ട് ഒളിമ്പിക്സ് ഒന്നും കിട്ടിയില്ല, മെഡലൊന്നും കിട്ടിയില്ല. എന്നാൽ ഇദ്ദേഹം ചാർജ് എടുത്ത് കഴിഞ്ഞ് 2005 വർഷം കഴിഞ്ഞ് ഉള്ള 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സൈക്ലിങ്ങിലെ 60% 60% മെഡലുകളും ആർക്കാ? ഈ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിനാണ്. അദ്ദേഹം ചെയ്ത ഏതാനും, ഞാൻ ഫുള്ളോടെ വായിച്ചിട്ടില്ല, ഏതാനും ചില അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തത് അദ്ദേഹം പറയും. ഇതിൽ എത്രത്തോളം എന്ന് വെച്ചാല് അവർക്ക് കൈ കഴുകാനുള്ള അല്ലെ ഹാൻഡ് വാഷിങ്ങിലുള്ള ചില ടെക്നിക്ക് പോലും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. വളരെ നിസ്സാര സില്ലിയായിട്ട് കാണുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്തു അദ്ദേഹം. അതായത് ഒരു സൈക്ലിംഗ് ഏറ്റവും ബെറ്റർ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമോ അതിന് മുഴുവൻ ഏരിയകളിലും അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ അത് അനലൈസ് ചെയ്തു. ആ ഓരോ ഏരിയയിലും സൈക്കിൾ മുതൽ അതിന്റെ സീറ്റ് മുതൽ ആ ആളുടെ ബോഡി ടെമ്പറേച്ചർ മുതൽ എല്ലാം അദ്ദേഹം ആ ഏരിയകളിലെല്ലാം ടച്ച് ചെയ്തുകൊണ്ട് അതിലെല്ലാം 1% അല്ലെങ്കിൽ മൈന്യൂട്ട് ചേഞ്ചസ് അദ്ദേഹം കൊണ്ടുവന്ന് 5 വർഷം കൊണ്ട് 60% മെഡലുകളും ഈ സൈക്ലിംഗ് ടീമിനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 വർഷം കൂടെ കഴിഞ്ഞ് ലണ്ടൻ ഒളിമ്പിക്സിലേക്ക് എത്തിയപ്പോ ബ്രിട്ടീഷ് ടീം 9 ഒളിമ്പിക്സ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ അതിൽ 7 വേൾഡ് റെക്കോർഡുകളും ഈ ടീം സ്വന്തമാക്കിയുള്ളതാണ്. അതേ വർഷം അതേ വർഷം തന്നെ ടൂർ ഡി ഫ്രാൻസ്, നമുക്കറിയാം സൈക്ലിങ്ങിലെ ഏറ്റവും വലിയ മത്സരമാണ്. അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റ് ബ്രാഡ്ലി വിഗിൻസ് എന്ന ടീമിലുള്ള ഒരു സൈക്ലിസ്റ്റുമാര് അടുത്ത വർഷം തന്നെ ഇവരുടെ ടീം ടൂർ ഡി ഫ്രാൻസ് ജയിച്ചു. പിന്നീട് 2015, 16, 17 ഈ വർഷങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ടൂർ ഡി ഫ്രാൻസ് ഈ ഇംഗ്ലണ്ട് സൈക്ലിംഗ് ടീം കൊണ്ടുപോയി. അതിനോട് പിന്നീട് അങ്ങോട്ട് ഒരുപാട് 2007 മുതൽ 2017 10 വർഷങ്ങൾ കൊണ്ട് 178 വേൾഡ് ചാമ്പ്യൻഷിപ്പുകളും 66 ഒളിമ്പിക് പാരാലിമ്പിക് ഗോൾഡ് മെഡലൊക്കെ ഈ ടീം നേടി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും. 2003 ബ്രെയിൽസ്ഫോർഡ് ചാർജ് എടുത്തു. 2008 5 വർഷം കൊണ്ട് അദ്ദേഹം ഈ ഒരു ചെറിയ ടെക്നിക്ക് യൂസ് ചെയ്തു. ആ ഇംഗ്ലണ്ട് ടീമിനെ ഇത്രയും വലിയ ഒരു അച്ചീവ്മെന്റിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഇതോടെ പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലേക്ക് വരാം. ഇപ്പോ നമ്മളെ മജീദ് സാർ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കാം. നമ്മൾ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ ഒരു ആവേശത്തിന്റെ പുറത്ത് അതങ്ങ് വേഗം പെട്ടെന്ന് നമ്മളത് അതിന്റെ കിട്ടണം എന്നുള്ളവർക്ക് എന്ത് ചെയ്തു, നമ്മള് ഒരു ആവേശത്തിന് പുറത്തെടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ അത് നമുക്ക് കൺസിസ്റ്റൻസി തുടർച്ച നമുക്ക് കിട്ടിയില്ല, അഥവാ അത് നമുക്കൊരു ഹാബിറ്റ് ആക്കി മാറ്റാൻ സാധിച്ചില്ല. നേരെ മറിച്ച് അല്ലെ നമ്മള് ഇതിൽ പറയുമ്പോൾ ഞാൻ MSc അപ്ലൈഡ് സൈക്കോളജി ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഉണ്ട്, ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫൈസൽ സാറിനൊക്കെ അറിയായിരിക്കും. ആ ലെവൽ ഓഫ് ആസ്പിറേഷൻ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ സിമുലേറ്റ് ആയിട്ട് ഇപ്പോ ഞാൻ പറയാണ് നമ്മളെ ഷാർപ്നെസ് അല്ലെ, നമ്മളെ അമ്പെയ്ത്ത് പോലെ ഓരോ കാര്യങ്ങള് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും വേണം. നമ്മളൊരു കല്ലെടുത്തിട്ട് എത്രത്തോളം എനിക്ക് ഷാർപ്പായിട്ട് അത് ഒരു പോയിന്റിൽ കൊളിക്കാൻ പറ്റുന്നുള്ള നമ്മള് ആദ്യം തന്നെ വളരെ ദൂരെ പോയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ പോയിന്റ് എന്നുള്ളത് വളരെ ദൂരം നമ്മൾ വളരെ ഡിസ്റ്റന്റ് ആണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ഫസ്റ്റ് നമുക്ക് തോന്നുകയാണ് എനിക്ക് ഇത്ര ഡിസ്റ്റൻസിൽ പറ്റും, എന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് സക്സസ് ആവും എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി അതിന്റെ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പൊ നമ്മള് ഏത് ഷൂട്ടിങ് ഇതുള്ള ഷാർട്ട് ഷൂട്ടിംഗ് പോലുള്ള മത്സരങ്ങളാവട്ടെ ഇതിലാവട്ടെ, ഇവരൊക്കെ തുടക്കത്തിൽ ചെറിയ ടാർഗറ്റ് വെക്കുക. അപ്പൊ നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, അത് മോട്ടിവേറ്റഡ് ആവും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ അതിന്റെ ആ ടാർഗറ്റ് ഇച്ചിരി കൊണ്ട് ഹൈ ആക്കാം. ഇപ്പോ നമ്മള് കുട്ടികളോടൊക്കെ സ്കോർ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇച്ചിരി കൂടെ ഹൈ ആക്കുക. അങ്ങനെ ഗ്രാജുവലി നമ്മൾ കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ. നേരെ ആദ്യം തന്നെ ഞാൻ ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു ടാർഗറ്റിലേക്കാണ് എന്റെ ഷാർപ്നെസ് അത് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ എനിക്ക് ആ ഒരു ഏരിയയിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം,
ഈ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്ന് തുടങ്ങി ഗ്രാജുവലി എന്ത് ചെയ്യാം അത് കൂട്ടി കൊണ്ട് വരികയാണെങ്കിൽ ഇതേപോലെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏത് ഏരിയ ആവട്ടെ ഇവിടെ ഇപ്പൊ നമുക്ക് പിന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹെൽത്തിനെ പറ്റിയാണ് അല്ലെ. വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ പോകണം, അങ്ങനെ ഈ പറഞ്ഞ പോലെ ആവേശത്തില് ഒരു ഭാഗത്ത് ഡയറ്റിങ്ങും മറുഭാഗത്ത് നമ്മൾ ജിമ്മിൽ പോകും. ഒരു തുടക്കത്തിൽ ഭയങ്കര ആവേശത്തിൽ കുറെ സമയം എടുക്കും, അത് പിന്നെ കുറഞ്ഞു വരും, പിന്നെ ഇല്ലാതാവും. നേരെ മറിച്ച് ഇവിടെ ഇവർ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, 2 minute പ്രിൻസിപ്പിൾ. ഇപ്പൊ ഞാൻ നാളെ മുതൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് തന്നെ 1 കിലോമീറ്റർ നടക്കണ്ട, അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്യണ്ട, 2 minute ഫസ്റ്റ് ഡേ 2 minute ചെയ്താൽ മതി. ആ ഒരു 2 minute ഞാൻ ചെയ്യുന്നു, അടുത്ത ദിവസം 2 minute ചെയ്യുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അതൊരു ഹാബിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ചെറിയ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറ്റും, നമുക്ക് എപ്പോഴാണ് നമുക്ക് അത് എനിക്കത് നമ്മുടെ ലിമിറ്റ് ഓഫ് അവർ കപ്പാസിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്, അവിടെ വെച്ച് നിർത്താം, അത് ഫിക്സ് ചെയ്യാം, പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാം. നമുക്ക് എപ്പോഴാണോ തുടർച്ചയായി ഒരു ഹാബിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഏതാണ്, അത് നമ്മൾ ലിമിറ്റ് ആക്കി വെച്ചുകൊണ്ട് ഏത് ഏരിയയിലും നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ചേഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഈ ഇത്രയും എക്സാമ്പിളുകളിലൂടെയും ഒരുപാട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്തിട്ടുള്ള നല്ല സക്സസ്ഫുൾ ആയ ആളുകളോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാണ് അവരുടെ ഈ ഒരു റൂട്ടീൻ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ കൃത്യമായി പറയും. അവർക്ക് അവരുടെ എല്ലാം ഒരു ഹാബിറ്റ് ആയിരുന്നു. ആ ഒരു ഹാബിറ്റിലേക്ക് നമ്മുടെ ഈ ഒരു കാര്യങ്ങളെയും കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. അപ്പോ ഈ ഒരു ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, ലെറ്റ് us ചേഞ്ച് ourselves എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കണം. നമുക്കറിയാലോ SWOT, SWOT, എന്റെ സ്ട്രെങ്ത്, എന്റെ വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. എനിക്കറിയാം വാട്ട് ആർ ദ സ്ട്രെങ്ത് ഓഫ് മീ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്റെ ഹെറിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരിക്കലും മാറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് എന്റെ വീക്ക്നെസ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് എന്റെ സ്ട്രെങ്ത്തുകളുണ്ട്. എന്റെ വീക്ക്നെസ്സുകൾ തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് എന്റെ സ്ട്രെങ്ത്തുകൾ കാണാൻ പറ്റില്ല, നെവർ. സോ വീക്ക്നെസ്സുകൾ വിട്ടുകളാ, അത് ഒഴിവാക്കുക, അതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. നേരെ മറിച്ച് എന്റെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ഐഡന്റിഫൈ. ഞാൻ തീർച്ചയായും അത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് അതിനെ സ്കില്ലാക്കി മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കണ്ടെത്തണം, അല്ലെ. ഞാനിവിടെ ഹാബിറ്റ് പറഞ്ഞ കൂടെ തന്നെ കുട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഹാബിറ്റ്, നമുക്ക് ഒരുപാട് സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകളെല്ലാം നമ്മൾ ഈ രീതിയിൽ ഹാബിറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ നമുക്ക് അതിലെല്ലാം എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും, എക്സലന്റ് ആകാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ സൂചിപ്പിച്ചത്രേ ഉള്ളൂ, ചെറിയ അല്ലെ കാൽവെപ്പുകളിലൂടെ, സ്റ്റെപ്പുകളിലൂടെ വലിയ ഉയരങ്ങൾ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതിന് നമ്മൾ വേണ്ടത് ഒരു ഡിറ്റർമിനേഷൻ ആണ്. അത് നമുക്ക് തുടർച്ചയായി ഒരു പ്രയാസമില്ലാതെ അല്ലെ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഹാബിറ്റ് ഉണ്ടോ ആ ഹാബിറ്റുകളെല്ലാം നമുക്ക് പിന്നെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്കതൊരു ബേർഡനായി തോന്നാത്തതുകൊണ്ടാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്, ലൈഫിന്റെ പാർട്ടായി മാറി എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അതിനകത്ത് സൂചിപ്പിച്ച പോലെ നമുക്ക് ചേഞ്ചുകൾ എന്ന് പറയുമ്പോൾ 2 ചേഞ്ചാണ്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള ടു ക്രിയേറ്റ് എ ന്യൂ ഹാബിറ്റ്. അതേസമയം നമുക്കറിയാം ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് നമുക്ക്, ആ ബാഡ് ഹാബിറ്റ്സ് എലിമിനേറ്റ് ചെയ്യണം. ഇപ്പോ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒറ്റയടിക്ക് ആളെ നിർത്തി കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല. ഇപ്പോ അഡിക്ഷൻ സെന്ററിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെയൊക്കെ ചെറിയ രീതിയിൽ അവർക്ക് അത് ഗ്രാജുവലി കൊണ്ടുവരാനുള്ള ട്രെയിനിങ് കാര്യങ്ങളാണ് അവർക്ക് അവിടെ കൊടുക്കുന്നതാണ്. അപ്പോ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പുകളിലൂടെ 1% ചേഞ്ചുകളിലൂടെ അതിനെ ബിഗ് ചേഞ്ചസ് ആയി നമുക്ക് ഇച്ചിരി ലോങ് ടേമിൽ ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ ടോപ്പിക്കിനോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഫർദർ നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്ക് ഞാൻ എൻ്റെ ഈ ഒരു ടോപ്പിക് പ്രസന്റേഷനുടെ അവസാനിപ്പിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഫീഡ്ബാക്കും ഞാൻ ഇത് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. സോ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.
ഓക്കെ, താങ്ക് യു വഹാബ് സാർ. നമ്മുടെ സെഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. നമ്മൾ ഇന്നടുത്ത സെഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സെഷൻസ് സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. സാറ് പറഞ്ഞ ബുക്കിന്റെ മലയാളം വേർഷൻ കിട്ടുമോ? അങ്ങനെ എന്താ? ഉണ്ട്, ഇംഗ്ലീഷിൽ ഉണ്ട്, മലയാളത്തിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത് നമ്മളെ ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അതിന്റെ ഓതർ പേര് ജെയിംസ് ക്ലിയർ. ഞാനൊരു കാര്യം, ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. ഓഡിയോ ബുക്ക് ഉണ്ട് അതിന്റെ ഓഡിബിൾ ഓഡിയോ ബുക്ക് നമുക്ക് യൂട്യൂബില് ഇതിന്റെ സമ്മറികളും പിന്നെ ഒരു 2 മണിക്കൂർ കൂടുതലൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ് മലയാളത്തിൽ. ഇത് എന്റെ കയ്യിലുള്ള മലയാളമാണ്. ഞാൻ ഇതുപോലെ ഇംഗ്ലീഷും അതിന്റെ പിന്നെ ഒറിജിനൽ കോപ്പിയും എന്റെ കയ്യിലുണ്ട്. ഞാനത് ഫ്ലിപ്കാർട്ടാണ്, ആമസോൺ ഓർമ്മയില്ല. ഞാനത് ബുക്ക് ചെയ്ത് വരുത്തിച്ചതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ബുക്കിനെ പറ്റി പറഞ്ഞപ്പോഴാ, വായന, പിന്നെ ബുക്കുകൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. ബുക്കുകൾ എവിടെ കണ്ടാലും വാങ്ങിച്ചു കൂട്ടും. പക്ഷെ വായിക്കാൻ ഒരു സമയം കണ്ടെത്താറില്ല എന്നുള്ള വലിയ വിഷയം. ഇപ്പൊ ഈ ബുക്കിനെ പറ്റി, ഈ ബുക്ക് ഇനിയിപ്പോ എവിടെ കിട്ടുകയാണെങ്കിൽ അത് കിട്ടുന്നിടത്ത് പോയി മേടിച്ചു വെച്ച് അവിടെ ഷെൽഫിൽ വെക്കുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല. നേരെ മറിച്ച് വാങ്ങിച്ചു വെച്ച ഒരുപാട് ബുക്കുകൾ അവിടെ ഉണ്ട്. അതൊന്നും ഒരു ദിവസം ഒരു പേജ് ഇല്ലെങ്കിൽ 10 പേജ് വായിക്കാനുള്ള മനസ്സ് കാണിക്കാറില്ല. അതിനുള്ള ഒരു ചേഞ്ചസ് അത് നമ്മൾ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, എന്തായാലും ചെയ്യാൻ പറ്റിയ ഓക്കെ, താങ്ക് യു. നല്ല ചോദ്യമാണ്. എന്നെ വെച്ചിടത്തോളം ഞാൻ അടക്കം ചെറുതായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഒരു പരിധി വരെ വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നൊരു കാര്യം കൂടെ ആയതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ പറയാം. ഇതില് നമ്മൾ ഇവർ തന്നെ ഇത് പറയുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഒരു ഗുഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു റിമൈൻഡർ വേണം. ഓക്കെ, ഇതിലൊരു 3 കാര്യങ്ങൾ പറയാം. 3 hours എന്നാണ് അതിന് പറയാം. 3 പിന്നെ ആറുകളുണ്ട്. അതില് ഒന്നാമത്തേതാണ്, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം, 1 മിനിറ്റ്. ഇതില് ഞാൻ പറയാം. അതായത് 3 hours എന്നാണ് അതിന് പറയാം. 3 hours എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഫസ്റ്റ് ഇപ്പൊ ഉദാഹരണത്തിന് ഇതില് പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഒരു ബാഡ് ഹാബിറ്റ്, ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഒരു ബാഡ് ഹാബിറ്റിലേക്ക് നമ്മൾ പോകുന്നത് എങ്കിൽ, അല്ലെ, ഇതില ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് നമ്മൾ അതിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോ റിമൈൻഡർ, അതുപോലെ റൂട്ടീൻ, റിവാർഡ് എന്നാണ് പറയാം. ഇപ്പോ ഇതിൽ പറയുന്നൊരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഒരാൾക്ക് TV കാണാൻ വന്നിരിക്കുമ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് ഈ അൺഹെൽത്തി ഫുഡുകൾ കഴിക്കാനുള്ള ടെൻഡൻസി, ഒരാളുടെ എക്സാമ്പിൾ ആണ്, അൺഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ കഴിക്കുമ്പോൾ എന്താ, ഇൻസ്റ്റന്റ് ആയിട്ട് റിവാർഡ് അയാൾക്ക് കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ റിമൈൻഡർ ഇല്ലാതാവുക എന്നുള്ളതാണ്. ഇഫ് ദർ ഇസ് നോ റിമൈൻഡർ ദർ ഇസ് നോ റുട്ടീൻ. അതായത് ഇതിന്റെ നെഗറ്റീവ് സൈഡ് ആണ് ആദ്യം പറഞ്ഞത്. ഇങ്ങനെ തന്നെ പറയാൻ കാരണം, ഇതിപ്പോ നിങ്ങളൊരു പോസിറ്റീവ് ചോദിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഓൾറെഡി എനിക്കുള്ള ഒരു ബാഡ് ഹാബിറ്റ് എനിക്ക് എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈ റിമൈൻഡർ, നമ്മൾ ഏതൊക്കെ ബാഡ് ഹാബിറ്റ്സ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഫോൺ, അല്ലെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര കുട്ടികളെ ഫോൺ അഡിക്ഷൻ പറഞ്ഞാലും മുതിർന്നവരെ നമ്മളും അഡിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന് എപ്പോഴൊക്കെയാണോ നമുക്ക്, ഇപ്പൊ നമ്മള് ജോലിയുള്ളവരാണ്, ഇപ്പൊ ഫ്രീ ടൈമിലാണത് നോക്കുക. ഇപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ള, ഒരിക്കലും നമ്മള് വർക്കിംഗ് ടൈമിൽ ഒരിക്കലും നമ്മളെ ഒഫീഷ്യൽ വർക്കുകൾക്കല്ലാതെ നമ്മുടെ ഫോണെന്നല്ല ഏതൊരു ഗാഡ്ജറ്റ്സ് ഏതായാലും നമ്മൾ യൂസ് ചെയ്തെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവിധ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ, ഓഫീസ് സിസ്റ്റത്തിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്തെന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. എന്നാൽ പൊതുവെ നമ്മൾ അഡിക്ഷൻ വരികപ്പോഴാണ് ഫ്രീ ടൈം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴൊക്കെയാണ്. അപ്പൊ അവിടെ നമ്മൾ ഫോൺ നമുക്ക് അഡിക്റ്റഡ് ആണെങ്കിൽ ആദ്യം നമ്മളെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാം, ഈ ഒരു ഫോണ് ആ ഫ്രീ ടൈമിൽ വരുന്ന സമയത്ത് തന്നെ മാറ്റി വെക്കുക, തീരുമാനിക്കുക, ഈ ഒരു കുറച്ച് സമയത്തേക്ക് ഞാനത് കാണാനെ പോലും എടുക്കലാണ്. ഇതിന് ഇനി നിങ്ങൾ സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. നമുക്കൊരു ബുക്ക് വായിക്കാൻ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ചെറിയ സ്റ്റെപ്പുകളാണല്ലോ. ഒരു ദിവസം 1/2 പേജ് നമുക്ക് വായിക്കാൻ പറ്റുമോ?
അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അത് ഹാബിറ്റ് ആക്കാൻ പറ്റുമോ, അത് മതി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 1/2 പേജ് ഡെയിലി വായിച്ചാൽ ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര പേജ് വായിക്കാൻ പറ്റും? അല്ലേ? 15 പേജ് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഇനി അതല്ല, ഒരാൾക്ക് 1 പേജ് ഒരു ദിവസം വായിക്കാൻ പറ്റും, 1 പേജ് മതി. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് 1 പേജ് വായിക്കാൻ തീരുമാനിച്ചാൽ വന്നു, അപ്പൊ 1 പേജ് കഴിഞ്ഞ് അടുത്തതിൽ 2ലേക്ക് പോകാൻ എനിക്ക് ടെൻഡൻസി ഉണ്ടാവും. നോ, സ്റ്റോപ്പ് ദെയർ. 1 പേജ് മതി, 1 പേജിലപ്പുറം വായിക്കണ്ട, ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ 2 കഴിഞ്ഞാൽ 3ലേക്ക് പോകും. നോ, ആദ്യത്തെ ദിവസം 1 മതി 1 പേജ് വായിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആരാ അത് എനിക്ക് നാളെ വായിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ റിമൈൻഡറിലേക്ക് വരാം. നമ്മൾ എവിടെയാണോ ഫ്രീ ടൈം കഴിഞ്ഞ് വന്നിരിക്കുന്നത് അവിടെ, അത് ഏത് സ്ഥലമാവട്ടെ, അവിടെ നമ്മൾ വായിക്കേണ്ട ബുക്കുകൾ അട്ടിക്ക് വെക്കുക. അപ്പൊ എന്തായി, ഓട്ടോമാറ്റിക് നമ്മൾ റിമൈൻഡർ ആയി, ബുക്ക് വായിക്കണം. അതിന് ബുക്ക് എടുത്തു, ഞാൻ പറഞ്ഞ പോലെ 1 പേജ് വായിച്ചു, അല്ലെങ്കിൽ 1/2 പേജ് വായിച്ചു, മടക്കി വെച്ചു, അടുത്തതിലേക്ക് പോയി. ഇനി മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു വെച്ചാൽ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ന്യൂസ് നമ്മള് ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ചിലർക്കൊക്കെ എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആ നിലക്കുള്ളായിരിക്കാം, ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ എന്താണോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെ, ആ ഒരു കാര്യത്തിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ഇത് നമ്മൾ പ്ലാൻ ചെയ്യാം. അതായത് ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളെ റീഡിങ് ബുക്കാണല്ലോ പറയുന്നത്. അപ്പൊ ബുക്ക് വായിക്കുന്നതിന്, പിന്നെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ആ കാര്യം ചെയ്യും എന്ന് നിശ്ചയിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ബുക്ക് 1 പേജ് വായിച്ചിട്ട് വേഗം നമ്മൾ അതിലേക്ക് പോകും. അപ്പൊ എന്താ, ചെറിയ റിവാർഡ് നമുക്ക് അവിടെ കിട്ടുകയാണ്. കാരണം ഒരിക്കലും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെയോ മൊബൈൽ അഡിക്ഷനിൽ സ്ക്രോൾ ചെയ്ത് ഷോർട്സ് കാണുന്നതിന്റെയോ ഇൻസ്റ്റന്റ് റിവാർഡ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ബുക്ക് വായിക്കുന്നിടത്ത് കിട്ടൂല. ബാഡ് ഹാബിറ്റ്സിന്റെ പ്രത്യേകത വെച്ചാൽ ഇൻസ്റ്റന്റ് റിവാർഡാണ്, അപ്പൊ കിട്ടും. അതുകൊണ്ടാണ് അത് ഹാബിറ്റായി മാറുന്നത്, അഡിക്ഷൻ ആവുന്നത്. നേരെ മറിച്ച് ഗുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ഒരിക്കലും റിവാർഡ് ഇൻസ്റ്റന്റ് ഉണ്ടാവില്ല, ലോങ് ടേം ആയിരിക്കും. അപ്പൊ ലോങ് ടേം റിവാർഡാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില റിവാർഡുകൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള ഒരു സംഭവത്തിൽ അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ ബുക്ക് വായിച്ചിട്ട് ഞാൻ ഇന്നത് ചെയ്യും, അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും വായിക്കണമല്ലോ, അങ്ങനെ ഞാൻ വായിക്കും, ഞാൻ നിർബന്ധിതരാം. ഈ രീതിയിലൊക്കെ നമുക്ക് പോകാന്നാണ് ഈ ബുക്കിൽ പഠിപ്പിക്കുന്നത്. നല്ലൊരു മെത്തഡായിട്ട് എനിക്കും അത് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന വിചാരിക്കും. ഓക്കെ, സോ വേറെ ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്സ് ഒക്കെ പറയാം. ഹലോ സർ, നല്ല സെഷൻ ആണ് കേട്ടോ, അത് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ 21 ഡേയ്സ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് ഹാബിറ്റ് ആയിട്ട് മാറുന്നുള്ളത് ഉള്ളതാണോ, അങ്ങനെ ആവോ? അല്ല, അതെന്താണ് ദേഹം നമ്മൾ പറയപ്പെടുന്നതാണ്. അത് നമുക്കറിയാം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ളത് ഏത് വിഷയത്തിൽ അപ്ലിക്കബിൾ ആണ്. അപ്പൊ അതില് ചിലർക്ക് അത് 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് ചിലപ്പം ഹാബിറ്റായി മാറാം. നമ്മൾ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ യാതൊരു മുഷിപ്പില്ലാതെ ഒരു പ്രയാസമില്ലാതെ നമ്മൾ പാർട്ട് ഓഫ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ചില ആളുകൾക്ക് ഒരു ആഴ്ച കൊണ്ടാവാം, ചിലർക്ക് 21 ഡേയ്സ് കൊണ്ട് ആയിക്കോണമെന്നില്ല. പക്ഷെ അതൊരു ഒരു പറച്ചിലാണ്, അങ്ങനെ ഒരു വെച്ചാൽ നിങ്ങൾ ചെയ്തു നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ഹാബിറ്റ് ആയ ഒരാളും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താവും, 21 ഡേയ്സിൽ കഴിഞ്ഞിട്ടാണ് കിട്ടിയെന്ന് തോന്നിപ്പോകും. അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. എന്നിരുന്നാലും അതൊരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾ ആ നിലക്ക് എടുത്താൽ മതി. ഇൻഷാ അല്ലാ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പിലേക്ക് പോവാം അല്ലേ വഹാബ് സർ? ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മളെ ഇന്നത്തെ സെഷൻ ലെറ്റ്സ് ചേഞ്ച് അവർ സെൽഫ്സ് അല്ലേ, നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പരിശ്രമിക്കുക, അതല്ലെങ്കിൽ അതിനുവേണ്ടി തുനിയുക എന്നതിനേക്കാൾ അറ്റോമിക് ഹാബിറ്റ്സിന്റെ ആ പുസ്തകത്തിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ അതാണ്. അതായത് ആമസോണിലൊക്കെ ബെസ്റ്റ് സെല്ലറാണ് അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പോൾ കഴിയാവുന്നവരൊക്കെ വായിക്കുക. അതിൽ പറയുന്ന ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ അറ്റോമിക് എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് തന്നെ നമുക്കറിയാലോ, ചെറിയ മാറ്റങ്ങൾ
എന്നുള്ളതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഫ്ലൈറ്റിന്റെ കാര്യം പറയുന്നത്, അതൊരു ഫ്ലൈറ്റ് അല്ലെ, ഒരു ഫ്ലൈറ്റ് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസം അല്ലെ, ഒരു ചെറിയ ആംഗിൾ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ എന്താവും, വേറെ രാജ്യത്ത് പോയി ഇറങ്ങാണ് ചെയ്യുക. ഒരു ഫ്ലൈറ്റ് പറന്ന് ഉയർന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ഒരു ചെറിയ കോർണർ, ഒരു ചെറിയ ഡയമെൻഷൻ ഒന്നും മാറിക്കഴിഞ്ഞാൽ, 1 ഡിഗ്രി ഒന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു രാജ്യത്താണ് പോയി ഇറങ്ങുക. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ ചേഞ്ച് അല്ല, ഒരു പേജ് അല്ല ഒരു ദിവസം വായിക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്ത് മാറ്റാണ് ഉണ്ടാവാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലേ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മാറ്റാണ് ഉണ്ടാകുക എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ 2 മിനിറ്റ് അതല്ലെങ്കിൽ 5 മിനിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ 2 മാസമോ 3 മാസമോ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വലിയ റിസൾട്ട് ആയിട്ട് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. സോ ചെറിയ വ്യത്യാസത്തിലൂടെ, ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സെഷനിലേക്ക് നമ്മളെ നയിച്ച വഹാബ് സാറിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. നല്ല സെഷൻ ആയിരുന്നു. സോ താങ്ക് യു വഹാബ് സാർ. അതേപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. സോ നെക്സ്റ്റ് മൺഡേ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ട്രെയിനർ നിങ്ങളോട് സംവദിക്കാനുണ്ടാകും. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു. ബൈ ബൈ. സാറേ, ഇതില് പോസിറ്റീവ്സ് അപ്പുറത്തേക്ക് നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും സാറടക്കം എല്ലാവർക്കും അത് സൂചിപ്പിക്കാവുന്നതാണ്. കാരണം അതാണ് നമ്മളെ ഇമ്പ്രൂവ്മെന്റിലേക്ക് നമ്മളെ നയിക്കും. അതെ അതെ, തീർച്ചയായും തീർച്ചയായിട്ടും. അത് നമ്മള് പിന്നെ നമ്മുടെ നെഗറ്റീവുകൾ തീർച്ചയായിട്ടും പറയാവുന്ന ഒരു വേദി തന്നെയാണ്. അതിപ്പോ ആരായി കഴിഞ്ഞാലും നമ്മൾ പിന്നെ എവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. സോ അത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ നിങ്ങൾ അറിയിക്കും. സോ എന്തായിരുന്നാലും നമുക്ക് ഇവിടെയും അതിനുള്ള ഫീഡ്ബാക്കിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും പറയാനുള്ള അവസരങ്ങളുണ്ട്. സോ വഹാബ് സാർ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റുകൾ നമ്മൾ അറിയിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.